കേരളത്തിലെ ഹിപ്പ് ഹോപ്പ് കൾച്ചർ ഒരിക്കലും നമ്മൾ കണ്ടിട്ടുള്ള അമേരിക്കയിലെ ഹിപ്പ് ഹോപ്പ് കൾച്ചറിനെ ആയിട്ട് അങ്ങനെ താരതമ്യം ചെയ്യാൻ പറ്റില്ല. അവിടെ അത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഗൺ വയലൻസും ഹുഡ് കൾച്ചറിൽ നിന്നൊക്കെയാണ്. നമുക്ക് പലരോട്ടത്ത് ഗൺ വയലൻസ് ഇല്ല. അപ്പോൾ നമ്മളിവിടെ ഗാങ്സ്റ്റർ റാപ്പ് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്ന പോലുള്ള. അപ്പം മിയർലി ഇമിറ്റേറ്റിംഗ് what the West has done and then this is what hip hop is എന്ന് പറയുന്നത് is crap. I don't believe in it. അതിനകത്തൊരു കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ കൊണ്ടുവരണം. അപ്പം ഇവിടെ അത് സംഭവിച്ചു തുടങ്ങിയിട്ട് കുറച്ച് കാലമൊക്കെ ആയിട്ടുള്ളൂ. അപ്പം അവർക്ക് പറയാനുള്ള പോലെ 50-60 വർഷത്തെ ലെഗസി നമ്മുടെ മലയാളം ഹിപ്പ് ഹോപ്പിനില്ല. ഫസ്റ്റ് ഓഫ് ഓൾ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത് പറയാനുള്ള സമയമായില്ല. ഇറ്റ്സ് ജസ്റ്റ് ഇവോൾവിങ്. പിന്നെ സിനിമ പോലൊരു മുഖ്യധാര മീഡിയമിലേക്ക് വരുമ്പം എൻ്റെ പേഴ്സണൽ ആഗ്രഹം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് അതിൻ്റേതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാവണം എന്നുള്ളതാണ്. ബട്ട് ഫോർ എൻ ആർട്ടിസ്റ്റ് ഹൂസ് കമ്മിങ് ഫ്രം നത്തിങ്, അയാൾക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോം അയാൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഓക്കെ, ആസ് ഫാർ ആസ് അയാളുടെ സിനിമയിൽ നിന്ന് കിട്ടുന്ന എക്സ്പോഷറും മറ്റേതിനും അയാൾ രണ്ട് രീതിയിലുള്ള ജേർണി ആയിട്ട് കാണുകയാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി സിനിമയിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളായിരുന്നിട്ട് ഞാൻ ഇൻഡിപെൻഡൻറ്റ് തുടങ്ങാൻ കാര്യം അതിൽ എൻ്റെ ഒരു ഓൾട്ടർ ഈഗോ പേര് NJ എന്നുള്ള പേര് അഡാപ്റ്റ് ചെയ്യാൻ കാര്യം തന്നെ എൻ്റെ മൂവി ഇമേജ് എനിക്ക് അതിനകത്തേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളതുകൊണ്ട്. ആദ്യത്തെ പാട്ടുകൾ ഇറക്കിയതൊക്കെ എൻ്റെ പേര് വെച്ചിട്ടല്ല. അപ്പം സ്വാഭാവികമായിട്ടും ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു എക്സ്പോഷർ ഉണ്ടാവുമെങ്കിൽ പോലും ഞാൻ യൂട്യൂബിൽ ചാനൽ തുടങ്ങുമ്പോൾ എനിക്കൊരു സബ്സ്ക്രൈബറും ഇല്ലാതെ ഇരുന്ന് എന്താ പറയുക, ആ ജംഗിൾ സ്പീക്സ് ഒക്കെ ഇറക്കുമ്പോൾ 10-25 ആൾക്കാരെ കണ്ടിട്ടുള്ളൂ. പണിപാളി എന്ന് പറഞ്ഞാൽ പാട്ട് കൊണ്ടാണ്. ഐ ഡോണ്ട് തിങ്ക് മൈ മൂവി ഇമേജ് കോൺട്രിബ്യൂട്ടഡ് ടു ദാറ്റ്.